വളപ്പ് ബീച്ചിലേക്കുള്ള റോഡിൽ കാലെടുത്ത് വെച്ചതും ദാ വരുന്നു രണ്ട് സുന്ദരന്മാർ. അതിലൊരുത്തൻ എന്നെ ഒന്ന് ഇരുത്തി നോക്കി. പക്ഷേ വാലാട്ടുന്നുണ്ട്. ബാക്കിലുള്ള ആ വെള്ളക്കറുമ്പനാണ് ഒടുക്കത്തെ സ്നേഹം എന്ന് തോന്നുന്നു. എന്താല്ലേ, എന്റെ കാമുകം പോലും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. രണ്ട് വശവും പച്ചപ്പ്, അതിന് നടുവിലൂടെ വളപ്പ് ബീച്ചിലേക്ക്. രണ്ട് വശവും വെള്ളമുണ്ട് കേട്ടോ. ദേ ഒരു ബോട്ട്, ദാ മറ്റൊരെണ്ണം. ഇതെന്ത് ബോട്ടാണെന്ന് അറിയെങ്കിൽ കമന്റ് ചെയ്യണേ. കാറുകളൊക്കെ ബീച്ചിലേക്ക് കയറ്റി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ കടലിലേക്ക്. എന്ത് സൗന്ദര്യാണല്ലേ കടലിന്. വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാം. വേസ്റ്റ് ഇടാനുള്ള സംവിധാനം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും അതിൽ തന്നെ വേസ്റ്റ് ഇടാൻ ശ്രദ്ധിക്കുമല്ലോ. ബീച്ചിലെ കടകളൊന്നും തുറന്നിട്ടില്ല. ഈവനിങ് എല്ലാം തുറക്കുമായിരിക്കും. ഒരു ചേട്ടൻ ഇരുന്ന് മീൻ വല നെയ്യുന്നു. ഈ ചേട്ടനൊക്കെ ഉള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് മീൻ വറുത്തതും കൂട്ടി ചോറുണ്ണാൻ പറ്റുന്നു. ഇവിടെ ഒരാളിത് നല്ല ഉറക്കത്തിലാണ്. കാമുകികാമുകന്മാര് മാത്രമല്ല കേട്ടോ, ജീവിതത്തിന്റെ തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്നവരും, ജോലി സ്ഥലത്തെ പ്രഷർ താങ്ങാനാവാതെ കുറച്ച് കടൽക്കാറ്റ് കൊള്ളാൻ വരുന്നവരും, ജീവിതം മൂഞ്ചി തെറ്റിയിരിക്കുന്നവരും എല്ലാവരും ഇവിടെ ഉണ്ടാവാം. നല്ല ഭംഗിയിൽ തടികളിൽ തീർത്ത കടകളുണ്ട് ഇവിടെ. രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് കുറച്ചുകൂടെ ഭംഗിയിലാണ് ഇവിടെ കാണാൻ സാധിക്കുക. നല്ല വൈബായിരിക്കും എന്ന് ചുരുക്കം. അപ്പുറത്ത് രണ്ട് കാമുകികാമുകന്മാർ, ചിലപ്പോ ഫ്രണ്ട്സും ആവാം കേട്ടോ. എന്നാലും മലയാളികൾക്ക് കാമുകികാമുകന്മാർ എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനേ കഴിയുന്നുള്ളൂ. കാരണം ഞാനും ഒരു മലയാളിയാണല്ലോ. ഈ ചുന്ദരനായ നായെപ്പോലെ ഇവിടെയുള്ളവർ പ്രണയിക്കുന്ന കണ്ട് മൈൻഡ് ചെയ്യാതെ ഞാൻ എന്റെ വീഡിയോ എടുക്കൽ തുടരട്ടെ ഗൈസ്. ഇവിടെ ഒരുത്തൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ കുഴിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അല്ല കേട്ടോ, കിടക്കാൻ കുഴിയെടുത്താണ്. മുന്നോട്ട് പോയപ്പോ ദേ ഒരു ബാൻഡ് ടീം ആണെന്ന് തോന്നുന്നു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണെന്ന് തോന്നുന്നു. അവരുടെ ബാക്കിൽ നിന്നുകൊണ്ട് ഞാനും വീഡിയോ എടുത്തു തുടങ്ങി. ആ ക്യാമറ ചേട്ടൻ എന്നെ ഒന്ന് നോക്കി ചിരിച്ചു, ഞാനും ചിരിച്ചു. ഞാൻ പിന്നെ മുന്നോട്ട് നടന്നു. വെയിൽ അധികം ആയതുകൊണ്ട് ഞാൻ മരങ്ങളുടെ ഇടയിലേക്ക് കയറി അപ്പുറത്തെ സൈഡിലെത്തി. ഇവിടെ ഇതാ നല്ല പച്ചപ്പും ഹരിതാഭയും. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ മുന്നോട്ട് നടന്നപ്പോ ദേ ഒരു കിടിലം ബൈക്ക്. എനിക്ക് ബൈക്കുകളെ പറ്റി അധികം ഒന്നും അറിയില്ല. ഇത് ഏതാ ബൈക്ക്? ബുള്ളറ്റ് ആണോ? അറിയുന്നവർ കമന്റ് ഇടണേ. പൂ ഏതാണെന്ന് അറിയാമോ? നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെയും ദേ ഈ വഴിയിലൂടെ പോയപ്പോ ഒരാളെ കൂടി പരിചയപ്പെട്ടു. ആള് കൊള്ളാം,
നമുക്കിനി ഈ വഴിയിലൂടെ വീണ്ടും കടല് കാണാൻ പോവാം. അടുത്ത വീഡിയോയിൽ ഇവിടെയുള്ള ഇതിൽ പറയാത്ത കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരെണ്ണം കൂടി വരുന്നതായിരിക്കും. അതെ, അത് തന്നെ സംഭവം ഇருக்கு.